KPCC യോഗത്തിൽ ഏറ്റുമുട്ടി സണ്ണി ജോസഫും കൊടിക്കുന്നിൽ സുരേഷും. മുൻ അധ്യക്ഷൻ കണ്ണൂരിന്റെ KPCC പ്രസിഡന്റായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അധ്യക്ഷൻ പേരാവൂരിന്റെ പ്രസിഡന്റാണ് എന്നായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ പരിഹാസം. പങ്കെടുത്ത പരിപാടികൾ എണ്ണിപ്പറഞ്ഞായിരുന്നു സണ്ണി ജോസഫിന്റെ മറുപടി. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇന്ന് KPCC നേതൃയോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷും സണ്ണി ജോസഫും ഏറ്റുമുട്ടി എന്ന് കേൾക്കുന്നു, ശരിയാണോ? അരുൺകുമാർ, ഇന്ന് ചേർന്ന KPCC നേതൃയോഗത്തിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കൊടിക്കുന്നിൽ സുരേഷ് പരിഹസിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ അധ്യക്ഷനായ സണ്ണി ജോസഫ് പേരാവൂരിൽ ഒതുങ്ങുന്നു എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ആ വിമർശനം ഏറ്റുപിടിച്ചാണ് മുൻ അധ്യക്ഷൻ കണ്ണൂരിന്റെ പ്രസിഡന്റ് എന്നായിരുന്നു അറിയപ്പെട്ടത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് പേരാവൂരിന്റെ പ്രസിഡന്റായി മാറി എന്നായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ പരിഹാസം. ആ പരിഹാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് സണ്ണി ജോസഫ് ഇടപെടുകയും ചെയ്തു. അങ്ങനെയല്ല, അത് തെറ്റാണെന്നും കഴിഞ്ഞ ഒരു മാസക്കാലത്തെ പര്യടന പരിപാടികൾ മാത്രം വിശദീകരിച്ച് ഓരോ പരിപാടികളുടെയും വിശദാംശങ്ങൾ എത്ര സമയം ചെലവഴിച്ചു എന്നടക്കം വിവരിക്കുകയുണ്ടായി. അങ്ങനെ മറ്റു നേതാക്കളൊക്കെ ഇടപെട്ട് കൊടിക്കുന്നിൽ സുരേഷിനോട് ഈ പരാമർശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആ യോഗത്തിൽ തന്നെ പരാമർശം പിൻവലിക്കുകയും ചെയ്തു. അരുൺകുമാർ. ഓക്കെ, കൊടിക്കുന്നിൽ സുരേഷാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ ഇങ്ങനൊരു പരിഹാസത്തിന്റെ ശരം തൊടുത്തത്.